മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും അച്ചടക്കവും അദബും മര്യാദയും വേണം എന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അദബു ഫിദ്ദീൻ, ദീനിൻ്റെ എല്ലാ മേഖലയിലും പാലിക്കേണ്ട അദബുകൾ മാത്രം ജംഅ ചെയ്ത് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അൽ അദബു ഫിദ്ദീൻ. ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം രചിച്ചു, അദബു ദുനിയാ വദ്ദീൻ, ദുനിയാവിലെയും ദീനിലെയും അദബ് എന്ന പേരിൽ. ഇങ്ങനെ അദബ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ മഹാന്മാരായ അഇമ്മത്ത് ഗ്രന്ഥം രചിക്കണമെങ്കിൽ അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദബുള്ള ഇടത്ത് ഇടപെടുന്നതും അദബ് കുറയുമ്പോൾ ഇടപെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഖുർആനിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 259-60 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജന്മത്തെ പറ്റിയുള്ള അനുഭവ പാഠം രണ്ടാളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് ഉസൈർ റളിയല്ലാഹു അൻഹു. നബിയാണോ അല്ലേ എന്നതിൽ തർക്കമുള്ള ആളാണ് ഉസൈർ റളിയല്ലാഹു അൻഹു. രണ്ടാളുകൾക്കും പുനർജന്മത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തതിനെ പറ്റിയാണ് അല്ലാഹു തആല സംസാരിക്കുന്നത്. പക്ഷേ രണ്ടാളുകൾക്കും കാണിച്ചു കൊടുത്ത രൂപവും വ്യത്യാസമുണ്ട്. ആ കാണിച്ചു കൊടുത്തതിനെ പറ്റി ഖുർആൻ അവതരിപ്പിച്ച രൂപവും വ്യത്യാസമുണ്ട്. ഉസൈർ റളിയല്ലാഹു അൻഹുവിനിക്ക് പുനർജന്മം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചു കൊടുത്തതിനെ പറ്റി പറയാൻ തുടങ്ങുന്നത് മഹാനവറുകളുടെ പേര് പറഞ്ഞിട്ടല്ല. കല്ലദീ മർറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ, തകർന്നടിഞ്ഞ ഒരു ഗ്രാമത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്നേ പറയുന്നുള്ളൂ. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അവിടെ പറയുന്നില്ല. മുഫസ്സിരീങ്ങൾ ഭൂരിഭാഗവും വിശദീകരിച്ചത് ആ വ്യക്ി ഉസൈർ റളിയല്ലാഹു അൻഹു ആണെന്ന്. അതേസമയം തൊട്ടപ്പുറത്തായത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ആവശ്യപ്പെട്ടു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗതാ. ഇനി രണ്ടാളുകൾക്ക് കാണിച്ചു കൊടുത്ത രൂപവും വ്യത്യാസമുണ്ട്. എങ്ങനെയാ കാണിച്ചു കൊടുത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ 4 പക്ഷികളെ മെരുക്കിയെടുത്ത് അറുത്ത് ഇറച്ചിയാക്കി കഷ്ണമാക്കി ഇറച്ചിയെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് 4 പർവ്വതത്തിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. തല 4 നിങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ പക്ഷികളെ തിരിച്ചു വിളിച്ചാൽ അത് ജീവനോടുകൂടെ തിരിച്ചു വരും. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് എങ്ങനെയാണ് മനുഷ്യൻ മരിച്ചതിന് ശേഷം പുനർജന്മം ഉണ്ടാവുക എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അള്ളാഹു കാണിച്ചു കൊടുത്തത്. ഉസൈർ റളിയല്ലാഹു അൻഹുവിനിക്ക് അങ്ങനെയല്ല കാണിച്ചു കൊടുത്തത്. ഉസൈർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഫഅമാതഹുല്ലാഹു മിയത ആം, മഹാനവറുകളെ തന്നെ 100 വർഷക്കാലം അള്ളാഹു മരിപ്പിച്ചു കിടത്തി, എന്നിട്ട് രണ്ടാമത് ഹയാത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് മഹാനവറുകൾക്ക് എങ്ങനെയാണ് പുനർജന്മം ഉണ്ടാവുക എന്ന് കാണിച്ചു കൊടുത്തതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അല്ലാഹു തആല ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന രൂപവും വ്യത്യാസപ്പെടുത്തി കാണിച്ചു കൊടുത്തതിനെ പറ്റി ഖുർആനിൽ അവതരിപ്പിച്ചതും വ്യത്യസ്ത രീതിയിലാണ്. എന്താണ് അങ്ങനെ വ്യത്യാസം വരാൻ കാരണം? അവിടെയാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറയുന്നത്, അന്ന ഉസൈറൻ ലം യഹ്ഫദിൽ അദബാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപേക്ഷിച്ചുകൊണ്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിന് കുറച്ച് അദബ് കുറവാണ്. എന്താ കാരണം? ഉസൈർ റളിയല്ലാഹു അൻഹു തകർന്നടിഞ്ഞു പോയ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരെല്ലാം ജീർണിച്ച് എല്ല് പോലും ഇല്ലാതെ ജീർണിച്ചു പോയ ഒരു സ്ഥലത്ത് കൂടി കടന്നു പോകുമ്പോൾ ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചതാണ്, അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, ഈ ജീർണിച്ചു പോയ ജഡങ്ങളെയെല്ലാം ആരാണ് പിന്നീട് പുനർജന്മം നൽകി പുനർസൃഷ്ടിച്ചു കൊണ്ടുവരുന്നവൻ ആരാണ് എന്ന് ഒരു ചോദ്യം പോലെ ചോദിച്ചതാണ്. അത് അള്ളാഹിനെ ചോദ്യം ചെയ്തതോ മഹാനവറുകൾക്ക് പുനർജന്മത്തിന്റെ കാര്യത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ചോദിച്ചതല്ല. അവിടെ തഫ്സീറുൽ ജലാലിയിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്തിഅ്ലാമൻ ലിഖുദ്റതിഹി തആല, പടച്ചോന്റെ കഴിവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണത്. എന്നാലും പ്രത്യക്ഷത്തിൽ അതൊരു ചോദ്യമാണ്. അതേസമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചതല്ല, മറിച്ച് ദ്വാരതാണ്, റബ്ബി അരിനി. റബ്ബി എന്ന ആ വിളിയിൽ തന്നെ വലിയൊരു അദബുണ്ട്. പുറമേ അരിനി, റബ്ബേ എനിക്ക് നീ കാണിച്ചു തരണം, കൈഫ തുഹ്യിൽ മൗതാ, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എനിക്ക് നീ കാണിച്ചു തരണം. അപ്പൊ ഇബ്രാഹിം നബി ദുആ എന്ന നിലക്ക് റബ്ബിനോട് കൂടുതൽ അദബ് പാലിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ പേര് ആ സംഭവം പറയുന്നതിന്റെ തുടക്കത്തിൽ ഉൾപ്പെടുത്തി. ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ഓതുന്നവർ ആ സംഭവം സ്മരിപ്പിക്കുമ്പോൾ, ആ സംഭവം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. പുറമേ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ മരിപ്പിച്ചിട്ടില്ല, ഇബ്രാഹിം നബിയെ ബഹുമാനിച്ചു. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങൾക്ക് അയാത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരൂല, മറിച്ച് 4 പക്ഷികൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ച് ജീവൻ ഇട്ട് കൊടുത്തിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ അദബ് മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു പാലിക്കാതിരുന്നപ്പോൾ മഹാനവറുകളുടെ പേരല്ല തുടക്കത്തിൽ പറഞ്ഞതുമില്ല. മഹാനവറുകളെ തന്നെ മരിപ്പിച്ചിട്ട് എങ്ങനെയാണ് രണ്ടാമത് പുനർജന്മം ഉണ്ടാകുന്നത് എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ റാസിമാം പറയാ, അതബുള്ളിടത്തും അതബില്ലാത്തിടത്തും പടച്ചവന്റെ ഇടപെടൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ എത്ര കണ്ട് പടച്ചവന്റെ മുന്നിൽ, നമ്മൾ എത്ര കണ്ട് പടപ്പുകളുടെ മുന്നിൽ അതവ് പാലിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമ്മുടെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കും. നമ്മുടെ മരണശേഷവും നമ്മുടെ സ്മരണ നല്ല പേര് സൽപേര് ഇവിടെ ബാക്കി വെക്കും എന്ന് ആ ആയത്തിലൂടെ അന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ മരിപ്പിച്ചല്ലോ, അത് അദബില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല ചെയ്തതാണ്. അതുപോലെ അദബ് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ അച്ചടക്കം പഠിപ്പിക്കാൻ, അദബ് പഠിപ്പിക്കാൻ പലതരത്തിലുള്ള നടപടികളും അള്ളാഹു ചിലപ്പോൾ സ്വീകരിച്ചു എന്ന് വരാം എന്നും കൂടി ആ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അദബ് ഉള്ളയിടത്തും ഇല്ലാത്തിടത്തും പടച്ചോൻ ഇടപെടുന്നത് ഒരുപോലെയല്ല. അപ്പൊ എന്ത് വേണം? എല്ലാ മേഖലയിലും നമുക്ക് എല്ലാവർക്കും അദബ് വേണം, മര്യാദ വേണം, അച്ചടക്കം വേണം. മര്യാദ വിട്ടിട്ട്, മാന്യത വിട്ടിട്ട്, സംസ്കാരം വിട്ടിട്ട് ഒരു മേഖലയിലും ഇടപെടാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗുരുനാഥന്മാരുടെ മുന്നിൽ, നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുന്നിൽ, അവരുടെ മുന്നിലൊക്കെ വലിയ അച്ചടക്കം നമുക്ക് വേണം. ഇൽമിനോട് അദബ് വേണം, ഉസ്താമാരോട് അദബ് വേണം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട്. മഹാനായ ഇമാം നവവി തങ്ങൾ മജ്മൂഇന്റെ മുഖദ്ദിമയിൽ അത് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കിതാബ് ഓതുന്ന കാലത്ത് കിതാബിന്റെ പേജ് മറിക്കുമ്പോൾ വളരെ സ്ലോവിൽ, വളരെ മയത്തിൽ ഞാൻ കിതാബിന്റെ പേജുകൾ മറിക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കിതാബിന്റെ പേജ് ഇങ്ങനെ പെട്ടെന്ന് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം വരുമല്ലോ, ആ ശബ്ദം എങ്ങാലും എൻ്റെ ഉസ്താദ് കേട്ടു പോയാലോ, ആ ശബ്ദം വരെ ഉസ്താദ് കേൾക്കരുത് എന്ന കാരണം കൊണ്ട് കിതാബിന്റെ പേജ് മറിക്കുമ്പം വരെ വളരെ സാവകാശം മറിച്ചിട്ടിരുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മജ്മൂഇന്റെ മുഖദ്ദിമയിലുണ്ട്. അതുപോലെ തന്നെ മജ്മൂഇന്റെ മുഖദ്ദിമയിൽ ഇമാം ഉദ്ധരിക്കുന്നുണ്ട്, ഇൽമിനോട് ബഹുമാനമില്ലാത്ത ആളുകൾക്ക് ഇൽമ കിട്ടൂല, അങ്ങനത്തെ ആളുകൾക്ക് മഹാന്മാർ ഇൽമ പഠിപ്പിച്ചു കൊടുക്കലുമില്ല. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അക്കാലഘട്ടത്തെ ഭരണാധികാരിയായിരുന്ന അൽ മഹ്ദി എന്ന ഭരണാധികാരിയുടെ മക്കൾ ഹദീസ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവർ വന്നപ്പോ മഹാനവറുകളുടെ ഹദീസിന്റെ സദസ്സിൽ ഇരുന്നത് എങ്ങനെയാ? ചാരിയിട്ടായിരുന്നത്, മതിലിലേക്കോ തൂണിലേക്കോ ചാരിയിട്ടായിരുന്നത്. അങ്ങനെ ഇരുന്നത് കണ്ടപ്പോ അവർ വന്നിട്ട് പല ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നിനും ശരീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നില്ല. 2-3 വട്ടം ആവർത്തിച്ച് ചോദിച്ചു, എന്നിട്ടും മറുപടി പറഞ്ഞില്ല. അപ്പോ രാജാവിന്റെ മക്കളല്ലേ, അവർ ചിരിച്ചു ചോദിക്കുന്നുണ്ട്, അതസ്തഖിഫു ബി ഔലാദിൽ ഖുലഫാ, രാജാവിന്റെ മക്കളെ ഇത്ര കണ്ട് നിങ്ങൾ അവഗണിക്കുകയാണോ, ഇൻസൾട്ട് ആക്കണോ ഞങ്ങളെന്ന ചോദ്യം. അതിന് മഹാനവറുകൾ കൊടുത്ത മറുപടി എന്താ? നിങ്ങൾ അപമാനിക്കുകയോ ഇൻസൾട്ട് ആക്കുകയോ ചെയ്തതല്ല, ഇൽമിനെ ബഹുമാനിച്ചതാണ്. ഇൽമു എന്നത് അജല്ലു ഇൻദല്ലാഹി മിൻ അൻ യളഅ, ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ അദബുകേടോട് കേൾക്കുന്നതിനേക്കാളും ഇൽമിന് എത്രയോ വലിയ മഹത്വം പടച്ചോന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഇൽമിനെ ഇങ്ങനെ അവഗണിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ട് നിങ്ങളെ ഇരുത്തൽ ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് എന്ന് മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ മക്കള് നല്ല അച്ചടക്കത്തോടുകൂടെ മുട്ടുകുത്തിയിട്ട് മഹാനവറുകളുടെ മുന്നിൽ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ മഹാനവറുകൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയും അവിടുന്ന് പറയുകയും ചെയ്തു, ഹാക്കദാ യുത്ലബുൽ ഇൽമു, ഇങ്ങനെയാണ് ഇൽമു പഠിക്കേണ്ടത്. ഇൽമു പഠിക്കുന്നതിന് ഒരു അച്ചടക്കമുണ്ട്, ആ അച്ചടക്കത്തോടുകൂടെ വേണം പഠിക്കാൻ. അപ്പം അതുകൊണ്ട് എല്ലാ മേഖലയിലും നമുക്ക് അദബ് വേണം, ഇൽമിൻ്റെ മേഖലയിൽ പ്രത്യേകിച്ചും വേണം. മഹാനായ മാലിക് ഇമാമിനെ ഉമ്മ ദർസിലേക്ക് ആദ്യമായി പറഞ്ഞേക്കുന്നത് മഹാനവറുകളുടെ ചരിത്രം പറയുന്ന എല്ലായിടത്തും പറയുന്നുണ്ട്. റഹ്മഹുല്ലാ തർത്തീബുൽ മദാരിക് വ തഖ്രീബുൽ മസാലിക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മാലിക് ഇമാമിൻ്റെ ഉമ്മ മാലിക് ഇമാമിന് അക്കാലഘട്ടത്തെ വലിയ മുദരിസായിരുന്ന റബീഅത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നത്. തലയിക്കെട്ടെല്ലാം കെട്ടി നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിച്ചിട്ട് മഹാനവറുകളോട് ഉമ്മ പറയും പോലും, ഇദ്ഹബ് ഇലാ റബീഅ, റബീഅത്തിന്റെ ദർസിലേക്ക് നീ ചെല്ലണം, എന്നിട്ട് വതഅല്ലം മിൻ അദബിഹി ഖബല ഇൽമി, ഉസ്താദിന്റെ ഇൽമു പഠിക്കുന്നതിന് മുമ്പേ അദബാണ് നീ ആദ്യമായി പഠിക്കേണ്ടത്, എന്നിട്ട് മതി ഇൽമു പഠിക്കാൻ.
അപ്പം അദബിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം, വിവേകമുള്ളത് കൊണ്ട് മാത്രം, വിവരമുള്ളത് കൊണ്ട് മാത്രം ആരും പണ്ഡിതനും ആവാൻ പോകുന്നില്ല. ഇനി പണ്ഡിതനായതുകൊണ്ട് തന്നെ അതിനെക്കൊണ്ട് വലിയ ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ ഖുത്ബയിൽ കേട്ടത്. മാവർദി മാ മദബുദ്ദുന്യാവദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ലോകത്ത് മനുഷ്യനിക്ക് വിവേകവും പിന്നെ അഖലും ബുദ്ധിയും മാത്രം മതി എന്നുണ്ടെങ്കിൽ ലകാന അംബിയാഉല്ലാഹി അനിൽ അദബി മുസ്തഗ്നിയൻ വബിഉഖൂലിഹിം മുക്തഫിയൻ. അമ്പിയാക്കന്മാർക്ക് ഒരു അദബിൻ്റെയും ആവശ്യമില്ലായിരുന്നു, കാരണം അവരേറ്റവും വലിയ ബുദ്ധിമാന്മാരാണ്. അത്രയും ബുദ്ധിയുള്ള അമ്പിയാക്കന്മാർ തന്നെ വലിയ അദബ് പാലിച്ച് ജീവിച്ചവരാണെങ്കിൽ അത്ര കണ്ട് ബുദ്ധി ഇല്ലാത്ത നമ്മൾ എന്തുകൊണ്ടും വലിയ അദബും അച്ചടക്കവും ഉള്ളവരായി മാറണ്ടേ എന്ന് മാവർദി ഇമാം അവിടുത്തെ അദബ് ദുന്യാവദ്ദീനിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, എല്ലാ മേഖലയിലും നമുക്ക് അദബ് വേണം, വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് സ്നേഹം വേണം, മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ഇൽമിനെയും പള്ളിയെയും ദീനിൻ്റെ എല്ലാ ശിആറുകളോടും നമുക്ക് വലിയ ബഹുമാനം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അല നബിയിൽ മുസ്തഫ